എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. എടവണ്ണ തൂവക്കാട് വാർഡിൽ അവസാനഘട്ട പ്രചാരണ തിരക്കിൽ UDF സ്ഥാനാർത്ഥി EA കരീം. വാർഡിലെ മുഴുവൻ വോട്ടർമാരെയും നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥി. സീറ്റ് നിലനിർത്തുമെന്ന് സ്ഥാനാർത്ഥി കരീം പറഞ്ഞു. പഞ്ചായത്തിൽ UDF വലിയ ഭൂരിപക്ഷം നേടി തിരിച്ചെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. മികവുള്ള മികവിൽ തികവുള്ള ഭാഗ്യം നമ്മിലണഞ്ഞുവല്ലോ. മികവുള്ള മികവിൽ തികവുള്ള ഭാഗ്യം നമ്മിലണഞ്ഞുവല്ലോ. തൂവക്കാടിന്റെ വികസനം തുടരുവാൻ നീയെ കരീമാക്ക വന്നുവല്ലോ. നാട്ടാരെ നൽകിടാം കൈപ്പത്തിയിൽ വോട്ടേകിടാം. ആരെ നാട്ടാരെ നൽകിടാം കൈപ്പത്തിയിൽ വോട്ടേകിടാം. മികവുള്ള മികവിൽ തികവുള്ള ഭാഗ്യം നമ്മിലണഞ്ഞുവല്ലോ. മികവുള്ള മികവിൽ തികവുള്ള ഭാഗ്യം നമ്മിലണഞ്ഞുവല്ലോ. ഓരോ വീടുകളിലും നേരിട്ടെത്തിയാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം. വാർഡിൽ വലിയ വിജയപ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നത്. നിലവിൽ കൽപ്പാലം വാർഡ് മെമ്പറാണ് കരീം. പഞ്ചായത്തിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡിലും ശക്തിയേറിയ വാശിയേറിയ പ്രവർത്തനമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5-4 ഭൂരിപക്ഷത്തിലേക്ക് UDF ഈ തെരഞ്ഞെടുപ്പിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. എല്ലാ തലത്തിലും MLAയുടെ തെരഞ്ഞെടുപ്പ് പര്യടനമാണെങ്കിലും അതുപോലെ തന്നെ UDFൻ്റെ കുടുംബയോഗങ്ങളാണെങ്കിലും വലിയ ജനപങ്കാളിത്തമാണ് UDFൻ്റെ ഏത് പരിപാടിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ അഴിമതി ഭരണത്തിനെതിരെയുള്ള നല്ല ജനവികാരമാണ് നമ്മുടെ പഞ്ചായത്തിലെ ഏത് വാർഡിലുള്ളത്. തുവക്കാടിനെ സംബന്ധിച്ചിടത്തോളം തുവക്കാട് വാർഡിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് പാർട്ടിയും UDF ഒക്കെ നേതൃത്വം ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ഇവിടെ മത്സരിക്കുമ്പോൾ തുവക്കാടിന് കുറേ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. കാരണം തുവക്കാട് ഭൂമിശാസ്ത്രപരമായി കുറേ പ്രത്യേകതകളുണ്ട്. കാരണം കുന്നും മലയും അതോടൊപ്പം തന്നെ 3 പഞ്ചായത്തുമായി അതിരുന്ന, കാരണം കാവനൂർ പഞ്ചായത്ത് അതുപോലെ തെക്കങ്ങോട് പഞ്ചായത്ത്, അങ്ങനെ വലിയ ഒരു ഏരിയയാണ് ഈ തുവക്കാട് വാർഡിനെ സംബന്ധിച്ചു. അതുകൊണ്ട് തന്നെ ഈ വാർഡ് UDFൻ്റെ തുടർ എന്ന രീതിയിൽ അടുത്ത ഈ തെരഞ്ഞെടുപ്പിലും UDF ജയിച്ച് പഞ്ചായത്ത് എന്താണെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഏറ്റവും നല്ല 5-4 ഭൂരിപക്ഷത്തിലേക്ക് പഞ്ചായത്ത് അധികാരത്തിൽ വരുമ്പോൾ ആ അധികാരത്തിൻ്റെ കൂടെ നിൽക്കുക, ഭരണത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വാർഡായി തുവക്കാട് വാർഡിനെ മാറ്റണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തുന്നത്. കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ വലിയൊരു വാർഡായതുകൊണ്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു LP സ്കൂള് തൊട്ടടുത്ത സ്കൂളുമായി പത്തപ്പരി സ്കൂളും അതുപോലെ തന്നെ പന്നിപ്പാറ സ്കൂളുമായി ഏകദേശം 3 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള സ്ഥലമാണ്. ഇവിടെ ആകെ ഉള്ളത് ഒരു ബദൽ സ്കൂളാണ്. ആ ബദൽ സ്കൂൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി ബദൽ സ്കൂളൊക്കെ അടച്ചുപൂട്ടി ഒഴിവാക്കി. പക്ഷേ ഇവിടെയുള്ള UDFൻ്റെ ആളുകൾ ഹൈക്കോടതിയിൽ പോയി ഈ ഗവൺമെൻറ് വിധിക്കെതിരെ മറ്റേ സ്റ്റേ വാങ്ങിക്കൊണ്ടാണ് ഇപ്പം നിലവിൽ ബദൽ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു വലിയ ഡിമാൻഡ് ആവശ്യം എന്ന് പറയുന്നത് ഈ തുവക്കാട് ഒരു ഗവൺമെൻറ് LP സ്കൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ എന്ത് വില കൊടുത്തും ഗവൺമെൻറ് പോളിസി മാറ്റർ മാറ്റി തിരുത്തിക്കൊണ്ട് തുവക്കാട് പ്രദേശത്ത് ഒരു ഗവൺമെൻറ് LP സ്കൂൾ കൊണ്ടുവരുമെന്നാണ് UDFൻ്റെ പ്രകടന പത്രികയിലും UDFന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം തുവക്കാടിൻ്റെ വലിയൊരു സ്വപ്നമാണ് പാലം. അതെന്താണ് PK ബഷീർ MLAയുടെ ശ്രമഫലമായി തുവക്കാട് പഴയ കോസ്വെക്ക് ബദലായുള്ള പാലത്തിൻ്റെ പണി ഈ ഒരു വേല അടുത്ത മഴൻ്റെ മുമ്പ് തന്നെ അത് പൂർത്തിയാക്കുകയാണ്. ഞങ്ങൾ വലിയൊരു പത് പറയുന്നത് ആ കോസ്വേ, അതായത് പന്നിപ്പാറ മുതൽ നമ്മുടെ വാർഡ് അവസാനിക്കുന്നതിന് വരെ റബ്ബറൈസ് ചെയ്ത് റോഡാക്കി ഏറ്റവും നല്ല
സൗകര്യമുള്ള റബ്ബറൈസ്ഡ് റോഡാക്കി ഗവൺമെൻറ് സമ്മതത്തിലെത്തി ആ റോഡാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം, അത് റോഡാക്കുന്നതിനുള്ള ശ്രമം നടത്തുമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പ്രദേശത്തിൻ്റെ നമ്മുടെ തൊട്ടടുത്ത്, ഞാൻ കൽപ്പാലം വാർഡിലെ മെമ്പർ കൂടിയാണ്, നിങ്ങൾക്കറിയാം, ജനപങ്കാളിത്തത്തോടു കൂടി ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഏകദേശം 45 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഗ്രൗണ്ടിന് സ്ഥലം വാങ്ങിയത്. അതുപോലെ തൂവക്കാട് വാർഡിൽ ഒരു പൊതു ഗ്രൗണ്ടിന് വേണ്ടി ഫണ്ട് വെച്ച് ഒരു പൊതു ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കുമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെയുള്ള നമുക്കറിയാം ഒരു പ്രദേശത്തിന് ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ റോഡുകളുടെ നിലവിലുള്ള റോഡുകളുടെ പുനരുദ്ധാരണവും അതുപോലെ തന്നെ റോഡെത്താത്ത പ്രദേശങ്ങളിലേക്ക് റോഡ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ തെരുവുകളൊക്കെ നമുക്കറിയാം ഏറ്റവും വലിയ ഇന്ന് പന്നി ശല്യം, അതുപോലെ തന്നെ നായ ശല്യമൊക്കെ കള്ളന്മാരുടെ ശല്യമൊക്കെ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ തൂവക്കാടിൻ്റെ പ്രദേശത്ത് മുക്കുമൂലയിൽ സ്ട്രീറ്റ് മേലയും വലിച്ച് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ച് നല്ല ഒരു മുന്നോട്ട് പോകും. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നമ്മുടെ കുടുംബശ്രീ വനിതകൾക്ക് തൊഴിൽ മേഖലയിൽ അവർക്ക് സ്വയം പര്യാപ്തത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള തൊഴിൽശാലകൾ, അതുപോലെ തന്നെ അവർക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സഹായങ്ങൾ, സബ്സിഡികൾ, ഈ കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ മേലേച്ചാൽ ഉന്നതി നഗറാണെങ്കിലും, അതുപോലെ തന്നെ പുളിങ്ങോട്ടുപുറം ഉന്നതി നഗറാണെങ്കിലും, അതുപോലെ തന്നെ കുറുവരപ്പോയത് ഉന്നതി നഗറാണെങ്കിൽ, ഈ 3 സെറ്റിൽമെൻറ്റ് പട്ടികജാതി ആളുകളുടെ സെറ്റിൽമെൻറ്റ് പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിലൊക്കെ അവിടെയൊക്കെ റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഭവന സുരക്ഷയാണെങ്കിലും ഒക്കെ അതിനുള്ള ഫണ്ട് നടത്തി ഞങ്ങൾ നടത്തുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറ്. അതുപോലെ തന്നെ സമഗ്ര വികസനം ഈ തൂവക്കാടിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ മേഖലയിലും, അതുപോലെ തന്നെ ഈ സാംസ്കാരിക രംഗത്ത് നമുക്കറിയാം ഇവിടെ ശരിക്കും ഒരു പൊതു വായനശാല പോലുള്ള സംഭവങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് പൊതു വായനശാല സ്വന്തം സ്ഥലം കണ്ടെത്തി ഗവൺമെൻറ് പഞ്ചായത്തിൽ നിന്ന് ബിൽഡിംഗ് കൊടുത്ത് ഒരു പൊതു വായനശാല, അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ ആണ് ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ. അതൊക്കെ യാഥാർത്ഥ്യമാക്കുമെന്നാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയെ എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിലും, ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള അസ്നക്ക് കോണി ചിഹ്നത്തിലും, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന KT അഷ്റഫിന് കോണി ചിഹ്നത്തിലും വോട്ടുകൾ നൽകി ഞങ്ങളെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച് ഈ നാടിൻ്റെ വികസനത്തിനുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുത്തേകാൻ നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകണമെന്നാണ് വോട്ടർമാരോട് ഞങ്ങൾ സൂചിപ്പിക്കാറുള്ളത്. എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, ക്ലാഡിംഗ് സ്റ്റോൺസ്, പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. Emirates Tiles and Sanitaries near Sidi Haji Bridge, Nilambur Road, Edavanna. Phone 7034 516831.